നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ആമ്പല്ലൂരിൽ നാട്ടുകാരെയും ആംബുലൻസ് നഴ്സിനെയും കത്തിമുനയിൽ നിർത്തി ക്രിമിനൽ കേസ് പ്രതിയുടെ പരാക്രമം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രളയം മൂലം തൃക്കൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലുണ്ടായ കൃഷിനാശത്തിൽ പി.ജി. ഇറിഗേഷനെതിരെ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വ്യാപാര ദിനാചരണം നടത്തി. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചതായി കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന് ആവശ്യമുയരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്തിന്റെ 33ാമത് യൂണിറ്റ് കൺവെൻഷൻ നന്ദിക്കരയിൽ സംഘടിപ്പിച്ചു. കൈനിറയ സമ്മാനങ്ങളുമായി ഓണത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് ഓണോത്സവം 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ആമ്പല്ലൂരിൽ ക്രിമിനൽ കേസ് പ്രതി നാട്ടുകാരെ കത്തിമുനയിൽ നിർത്തി. അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസ് പ്രതി ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ബുധനാഴ്ച രാത്രി ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലായിരുന്നു സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി. 20ഓളം കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി ഷിബു S. നായരാണ് പിടിയിലായത്. ഷിബുവിന്റെ ബൈക്ക് ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയിട്ട കാറിന് പിറകിൽ ഇടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പരിക്കേറ്റ ഷിബുവിനെ കൂടി നിന്നവർ ആംബുലൻസിൽ കയറ്റി അയച്ചു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം അതേ ആംബുലൻസിൽ ഇയാൾ സംഭവ സ്ഥലത്തെത്തി. നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഇയാൾ ആംബുലൻസ് തിരികെ എത്തിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ ഊരിപ്പിടിച്ച കത്തിയുമായി പ്രതി നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. ഇതിനിടെ സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോലും പ്രതി കൈക്കലാക്കി. സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് അക്രമാസക്തനായ യുവാവിനെ പിടികൂടുകയായിരുന്നു. പരിക്കേറ്റ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രളയം മൂലം തൃക്കൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലുണ്ടായ കൃഷിനാശത്തിൽ പി.ജി. ഇറിഗേഷനെതിരെ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. മഴയ്ക്കനുസൃതമായി വെള്ളം തുറക്കാതെ അനാവശ്യമായ ഷട്ടറുകളുടെ ഉയരം 72 ഇഞ്ച് കൂട്ടി മണലിപ്പുഴയോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചുവെന്നും തുടർന്നാണ് തൃക്കൂർ പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വാഴ കൃഷി അടക്കമുള്ളവ നശിച്ചതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെച്ചു കർഷകന്റെ അന്നം മുട്ടിച്ച പി.ജി. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കൃഷിനാശം അനുഭവിച്ച കർഷകർക്ക് എത്രയും വേഗം നഷ്ടപരിഹാര തുക അനുവദിക്കണമെന്നും കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് ആവശ്യപ്പെട്ടു. നമ്മുടെ ഗവൺമെന്റിന്റെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അനാസ്ഥ മൂലം 2018 പോലും ഇത്രയധികം കൃഷിനാശം സംഭവിക്കാത്ത രീതിയിൽ ഇന്ന് 2020 ഒരുപാട് കൃഷി നശിച്ച് പോയി ഇവിടുത്തെ കർഷകൻ കരയുന്ന ഒരു അവസ്ഥയിലൂടെ നിലനിൽക്കുന്നത്. നമുക്കറിയാം 2024 ഇന്നിവിടെ വെള്ളം കയറിയ ഒരു ഏറ്റവും വലിയ അവസ്ഥ ഈ തവണത്തെ വെള്ളം ഇറങ്ങിപ്പോവാത്ത ഒരവസ്ഥ ഉണ്ടായത്. 2018 പ്രളയത്തിൽ വെള്ളം കയറിയിരുന്നെങ്കിലും എത്രയും വേഗം ഇറങ്ങിപ്പോയി. ഇന്ന് ആ ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇന്നിടത്ത് വെള്ളം ഇറങ്ങിപ്പോകാതെ കൃഷി നശിച്ച് പോയിരിക്കുന്ന അവസ്ഥ ഈ മേഖല മുഴുവൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ ഏകദേശം 1 കോടി രൂപയുടെ നാശനഷ്ട വാഴ കർഷകർ ഉണ്ടായിട്ടുള്ളത്. അത് പൂർണ്ണമായും നമ്മൾ പറയുന്നു അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മാത്രം അനാസ്ഥയാണ്. അതിൽ തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിക്കുന്നു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സന്ദീപ് കണിയത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും വകുപ്പ് മന്ത്രിമാർക്കും കോൺഗ്രസ് നിവേദനം നൽകി. വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റ് ആമ്പല്ലൂരിൽ പതാക ഉയർത്തി. ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റും സ്റ്റേറ്റ് കൗൺസിൽ അംഗവുമായ ജോയ് പാണ്ടാരി പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി PL റെജി, യൂത്ത് വിംഗ് മണ്ഡലം ജനറൽ കൺവീനർ KT പിയൂസ്, വനിതാ വിംഗ് സെക്രട്ടറി സൗമ്യ ജോയ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വ്യാപാരി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. വ്യാപാര ദിനത്തോടനുബന്ധിച്ച് ആമ്പല്ലൂർ മേഖലയിലുണ്ടായ
പ്രളയത്തിനെക്കുറിച്ചും അതിൻ്റെ തീവ്രതയെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ചും അതിലുപരി വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ അവരെ എങ്ങനെ സഹായിക്കാം എന്നതിനെക്കുറിച്ചും ചർച്ച നടത്തുകയും സഹായിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ വ്യാപാരി ദിനാചരണ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ പതാക ഉയർത്തി. കല്ലൂർ വെസ്റ്റ് യൂണിറ്റിന്റെ വ്യാപാരി ദിനാചരണ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇ വാസുദേവൻ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി സജിത് രാമൻ, ട്രഷറർ തോമസ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വ്യാപാരി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. വ്യാപാര ദിനത്തോടനുബന്ധിച്ച് തലോർ യൂണിറ്റിൽ പതാക ഉയർത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, ജനറൽ സെക്രട്ടറി CJ ഷാജു, ട്രഷറർ PL ജോസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് അഖിലേന്ത്യാ വ്യാപാര ദിനം സമുചിതമായി ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് നൈറ്റ് പട്രോളിങ്ങിന് ആവശ്യമായ ടോർച്ച്, കുട, റെയിൻകോട്ട് എന്നിവ നൽകി. പ്രസിഡന്റ് PG രഞ്ജിമോൻ, ജനറൽ സെക്രട്ടറി TM ഉബേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, സെക്രട്ടറി ബഹദൂർ ഷാ, യൂത്ത് വിംഗ് പ്രസിഡന്റ് PA നിഷാന്ത്, സെക്രട്ടറി VG സതീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നൈജോ ആന്റോ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലൂപ്പറമ്പിൽ, AM ബിജു, CH സാദത്ത്, ലിനോ മൈക്കിൾ, ഷിനോജ് കോടാലി എന്നിവർ പ്രസംഗിച്ചു. വിജയൻ വെട്ടിയാട്ടിൽ, സിജിൽ ചന്ദ്രൻ, സ്മിത ബാബു, LC ഡേവിസ്, ജെയ്നി സിജോ, ബാബു നെല്ലിക്കാവിള, അമൽ കൊടക്കാട്ടിൽ, ബാബു മനക്കുളങ്ങരപ്പറമ്പിൽ, മുഹമ്മദ് ഫറഫ്, ബിൻഡോ പുരയിടം, ജോസഫ് കുപ്പാപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ദിനത്തിന്റെ ഭാഗമായി മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പതാകകൾ ഉയർത്തുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും സംഘടിപ്പിച്ചു. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹരൺ ബേബി പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി എന്നിവർ മുഖ്യാതിഥികളായി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനോജ് സുന്ദർ, മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഭിജിത്ത് എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആചരിച്ചു. വയനാട് ദുരന്തത്തിന്റെ സ്മരണയിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, KJ ജോജു, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആൻസി ജോബി, നിയോജക മണ്ഡലം സെക്രട്ടറി സച്ചിൻ ഷാജു, എഡ്വിൻ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഡെനിഷ് വടക്കേത്തല, ജോൺ എന്നിവർ സന്നിഹിതരായി. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന ആവശ്യമുയരുന്നു. ഈയിടെ റോഡിന്റെ 100 മീറ്ററോളം വീതി വർദ്ധിപ്പിച്ചെങ്കിലും ട്രാംവേ പാലം വരെ പൂർണ്ണമായി വീതി കൂട്ടാത്തതിനാൽ സുഗമമായ ഗതാഗതം ഇതുവഴി സാധ്യമാകുന്നില്ലെന്നാണ് പരാതി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ബാക്കി പത്രമായ വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിന്റെ ഇരുവശവും കരിങ്കൽ കെട്ടി വീതി വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെട്ടു വരുന്നതാണ്. പറമ്പിക്കുളം വനത്തിൽ നിന്ന് തീവണ്ടി മാർഗം ചാലക്കുടിയിലേക്ക് വനവിഭവങ്ങൾ കൊണ്ടുവരുന്നതിനായാണ് 1 നൂറ്റാണ്ട് മുൻപ് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ സ്ഥാപിച്ചത്. 1962 ട്രാംവേ നിർത്തലാക്കിയതോടെ ട്രാംവേ ലൈൻ റോഡായി മാറി. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് മോനോടി ഭാഗത്തേക്ക് ഇപ്പോൾ നിലവിലുള്ള റോഡും പാലവും പഴയ ട്രാംവേയുടെ ഭാഗമായിരുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ 100 മീറ്ററോളം 2 വർഷം മുൻപ് വീതി കൂട്ടി കരിങ്കൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള ഭാഗത്ത് ഇനിയും പണികൾ നടന്നിട്ടില്ല. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ട്രാംവേ പാലം വരെയുള്ള 350 മീറ്ററോളം റോഡിന്റെ 100 മീറ്ററോളമാണ് ഈയിടെ കരിങ്കൽ കെട്ടി വീതി കൂട്ടിയത്. അവശേഷിക്കുന്ന ഭാഗത്ത് 3 മീറ്റർ മാത്രമാണ് റോഡിന് വീതിയുള്ളത്. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ്. മൊത്തം 12 മീറ്റർ വീതിയാണ് റോഡിനുള്ളതെങ്കിലും 3 മീറ്റർ വീതി കഴിഞ്ഞാൽ ഇരുവശത്തേക്കും ചരിഞ്ഞു കിടക്കുകയാണ് റോഡ്.
ഇതുമൂലം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനുള്ള സൗകര്യം ഈ റോഡിലില്ല. 200 മീറ്റർ നീളം കൂടി ഇരുവശത്തും കരിങ്കൽ കെട്ടി മണ്ണിട്ടുയർത്തിയാൽ ഇപ്പോൾ 3 മീറ്റർ മാത്രം വീതിയുള്ള റോഡിനെ 12 മീറ്റർ വീതിയുള്ളതാക്കി വികസിപ്പിച്ചെടുക്കാനാകും. റോഡിന് വീതി കുറവായതിനാൽ വാഹനങ്ങൾ താഴ്ചയിലേക്ക് മറിയുന്നത് ഇവിടെ പതിവാണ്. അപകടം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ട്രാംവേ പാലം വരെ കരിങ്കൽ കെട്ടി റോഡിന്റെ വീതി കൂട്ടണമെന്നും ഇതിനുള്ള നടപടികൾ ഉണ്ടാകുന്നതുവരെ റോഡിനിരുവശത്തും താൽക്കാലിക സുരക്ഷാ വേലി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും മോനോടിയിലേക്ക് പോകുന്ന പാലത്തിൻ്റെ ജംഗ്ഷൻ പോലുള്ള പാലത്തിൻ്റെ ഇപ്പുറമുള്ള സ്ഥലം വളരെ രണ്ട് സൈഡും വളരെ താഴ്ന്ന ഇതാണ്. ഒരു വണ്ടിക്ക് പോലും കടന്നു പോകാൻ, ഒരു ബൈക്കിനും കൂടെ പോകാനുള്ള ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ്ട് ഒരു 200 മീറ്ററും കൂടെ നമുക്ക് രണ്ട് സൈഡിലും വീതി വെപ്പിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഭയമില്ലാതെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്. ഇപ്പോൾ ഒരു വണ്ടി, ഇപ്പോൾ ഒരു ബൈക്കിന് പോലും സൈഡ് കൊടുക്കാൻ അവരെ പേടിച്ചാണ് പോകേണ്ടി വരുന്നത്. അത്രയും ഇടുങ്ങിയ ഒരു ഇതാണ്. അതെല്ലാം വളരെ താഴ്ചയുമാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ രണ്ട് സൈഡിലും വീതി ഒരു 200 മീറ്റർ കൂടെ വീതി കൂട്ടുകയാണെങ്കിൽ വളരെ പേടി കൂടാണ്ട് യാത്ര ചെയ്യാവുന്ന ഒരു പ്രദേശമായി മാറും. പുതുക്കാടിന്റെ സ്വപ്ന പദ്ധതിയായ വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചതായി കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. 2022-2023 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ ഇതിനായി നീക്കിവച്ചിരുന്നു. ഭൂമി തരം മാറ്റൽ, സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡിനായി സൗജന്യമായി ഭൂമി ലഭ്യമാക്കൽ, മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി നേരത്തെ 2023 മാർച്ചിൽ ഭരണാനുമതി ലഭ്യമാക്കിയിരുന്നു. 3 നിലകളിലായി 29,535 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിട സമുച്ചയം നിർമ്മിക്കുക. സബ് ട്രഷറി ഓഫീസ്, വില്ലേജ് ഓഫീസ്, MLA ഓഫീസ്, മിനി കോൺഫറൻസ് ഹാൾ, ഇറിഗേഷൻ ഓഫീസ്, ടോയ്ലറ്റുകൾ എന്നിവ 1ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 25 വാഹനങ്ങൾക്കും യാർഡിൽ 30 വാഹനങ്ങൾക്കുമുള്ള വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കും. ലിഫ്റ്റ് സൗകര്യങ്ങളും മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിട സമുച്ചയത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. 10 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയാണ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ നൽകിയിട്ടുള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് എത്രയും വേഗം നിർമ്മാണം ആരംഭിക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് MLA വ്യക്തമാക്കി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്തിന്റെ 33ാമത് യൂണിറ്റ് കൺവെൻഷൻ നന്ദിക്കരയിൽ സംഘടിപ്പിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ യൂണിറ്റിലെ പെൻഷൻ അംഗങ്ങളുടെ വീട്ടിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. KSSPU ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് TV മോഹനാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത്. KSSPU ജില്ലാ കമ്മിറ്റി അംഗം TM യോഹന്നാൻ, KSSPU സംസ്ഥാന കൗൺസിലർ VV വേലായുധൻ, യൂണിറ്റ് സെക്രട്ടറി K ഹരിദാസൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KG കൈലാസനാഥൻ, ട്രഷറർ KK സത്യൻ, വൈസ് പ്രസിഡന്റ് VA കുഞ്ഞിക്കുട്ടൻ, ജോയിന്റ് സെക്രട്ടറിമാരായ TK ജോയ്, MK ബേബി, കമ്മിറ്റി അംഗങ്ങളായ K വിമലാദേവി, KS അർഷാദ്, KSSPU ബ്ലോക്ക് വനിതാ കൺവീനർ NN സുലേഖ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ സംഘടനയെ പറ്റി എല്ലാവർക്കും അറിയാലോ, ഞാൻ പറഞ്ഞു ആവശ്യമില്ല. KSSPU നമ്മുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. 29/6/2023 നമ്മുടെ യൂണിറ്റ് കൺവെൻഷൻ കഴിഞ്ഞ വർഷം ഈ ഹോളിൽ വെച്ച് നടത്തിയത്. അന്ന് 75 ആൾക്കാർ പങ്കെടുത്തു. ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ മഴ, പനി ഒക്കെ ഒരു 60 ആൾക്കാരായുള്ളൂ. എല്ലാവരും ആവുമെന്ന് വിചാരിക്കുന്നു. വീടുകളിലെ മക്കൾക്ക്, കുട്ടികൾക്ക് ആ വീടുകളെ കുട്ടികൾക്ക് ഈ പഞ്ചായത്തിന്റെ യൂണിറ്റിന്റെ കീഴിൽ വരുന്ന എല്ലാവർക്കും A+ ഫുൾ ഇതിന്റെ ഗ്രേഡ് വരുന്നില്ല. എല്ലാ +2 ആയാലും SSLC ആയാലും SSLC ഏതിലായാലും കൊടുക്കാറുണ്ട്. അത് തവണ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെൻഷൻകാരുടെ പൊട്ടിത്തെറിക്കുന്ന രോഷവുമായി വലിയ സമര പ്രക്ഷോഭത്തിലേക്ക് പ്രത്യേകിച്ച് എടുത്തു ചാടുക എന്നുള്ളത് തന്നെയായിരുന്നു. എല്ലാം നിർവീര്യമായി പോയി. എല്ലാം നഷ്ടപ്പെട്ട പെൻഷൻകാരുണ്ട് അവിടെ, എല്ലാം നഷ്ടപ്പെട്ട സാധാരണ മനുഷ്യരുണ്ട് അവിടെ. വിദ്യാലയങ്ങൾ നഷ്ടപ്പെട്ടു, കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു, പണിയെടുക്കുന്ന പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു, പാടശേഖരങ്ങൾ നഷ്ടപ്പെട്ടു, സർവസ്വവും നഷ്ടപ്പെട്ട് മൺകൂവനത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെ നമുക്കൊന്ന് സഹായിക്കാമെന്നുള്ള രക്ഷാവിധിയുടെ കൂട്ടത്തിൽ നിങ്ങളെവിടെ എന്ന ചോദ്യത്തിന് പെൻഷൻകാർ മറുപടി
PA Jayalal teacher, Curriculum House Program, PO Rajesh teacher, Vilokan House Program. വയനാട് പ്രകൃതി ദുരന്ത പുനരധിവാസത്തിനായി കൊടകര ബ്ലോക്കിലെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയന്റെ ആദ്യ ഗഡുവായി 2,37,950 രൂപ KSSPU ബ്ലോക്ക് ഭാരവാഹികൾ പുതുക്കാട് സബ് ട്രഷറി ഓഫീസർ MN അജിതയ്ക്ക് കൈമാറി. വരന്തരപ്പള്ളി, മറ്റത്തൂർ, നെന്മണിക്കര, തൃക്കൂർ, കൊടകര, അളഗപ്പ് നഗർ, പുതുക്കാട് എന്നീ യൂണിറ്റുകളിൽ നിന്നാണ് ആദ്യ സമാഹരണം നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, സെക്രട്ടറി KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, TA വേലായുധൻ, K. സുകുമാരൻ, VB ശോഭനകുമാരി, PV പത്മനാഭൻ എന്നിവർ സന്നിഹിതരായി. തൃശൂരിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഇത്തവണ ഉപേക്ഷിച്ചു. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കൈനിറയെ സമ്മാനങ്ങളുമായി ഓണത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് ഓണോത്സവം 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂണിറ്റിലെ അംഗങ്ങളായ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാന കൂപ്പൺ ലഭിക്കും. ശനിയാഴ്ച മുതൽ തുടർച്ചയായ 5 ശനിയാഴ്ചകളിൽ നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യവാന്മാർക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകും. സെപ്റ്റംബർ 30-ന് പുതുക്കാട് വ്യാപാര ഭവന് സമീപം വൈകിട്ട് 6-ന് നറുക്കെടുപ്പിലൂടെ 1 മുതൽ 10 വരെയുള്ള ബമ്പർ സമ്മാനങ്ങളും 10 ഭാഗ്യവാന്മാർക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും നൽകും. ഇത്തവണത്തെ ഓണം പർച്ചേസ് ഉപഭോക്താക്കൾക്ക് മികച്ചതാക്കാൻ പുതുക്കാടത്തെ വ്യാപാരികൾ ഒരുങ്ങിക്കഴിഞ്ഞതായും ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി, ജനറൽ സെക്രട്ടറി ജേക്കബ് ആന്റണി, ട്രഷറർ KT സണ്ണി, ഭാരവാഹികളായ ജോജു കണ്ണത്ത്, MD വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. 2024 ഒരു കൂപ്പൺ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം 5-6 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതുക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ കീഴിലുള്ള എല്ലാ ഷോപ്പുകളിലും നിങ്ങൾ കസ്റ്റമേഴ്സ് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൂപ്പൺ ആ ഷോപ്പിൽ നിന്ന് കിട്ടും. അത് ഷോപ്പുകാരാണ് തീരുമാനിക്കുന്നത് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുമ്പോൾ കൂപ്പൺ കിട്ടാന്നുള്ളത്. ഈ കൂപ്പൺ തികച്ചും സൗജന്യമാണ്. ഈ കൂപ്പൺ നിങ്ങൾ ഓരോ ഷോപ്പിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂപ്പൺ ചോദിച്ചു വയ്ക്കാൻ സാധിക്കും. ഇതിൽ 10 ബമ്പർ സമ്മാനമാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുടക്കീഴിൽ വ്യാപാരികളെയും ജനങ്ങളെയും കോർത്തിണക്കുന്ന ഒരു സംരംഭമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം നാട്ടുകാരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് ഇത്രയും കാലം മുന്നോട്ട് പോയത്. ആ ഒരു സപ്പോർട്ടാണ് വ്യാപാരികളുടെ ഒരു ധൈര്യവും കരുതലും എല്ലാം കൂടിയായിട്ട് വരുന്നത്. അപ്പൊ ആ സപ്പോർട്ട് ഇനിയും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പുതുക്കാടും തദ്ദേശ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും വളരെയധികം ഇതിന്റെ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളാണ്. അപ്പൊ കുടുംബത്തിനും വീട്ടുകാർക്കൊക്കെ സൗകര്യപ്രദമായ സംഭവങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നത്. അത് ഈ യൂണിറ്റിലെ ഏത് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഹാൻഡ് ഓവർ ചെയ്യാം. സെയിം നമുക്ക് പൈസ കൊടുക്കുന്നതിന് ബദലായിട്ട് ഈ ഗിഫ്റ്റ് വൗച്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതുക്കാട് യൂണിറ്റിന്റെ ഏത് ഷോപ്പിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അത് അങ്ങനെ ഒരു അവസരം കൂടിയാണ് ഇതിൽ ഒതുക്കിയിരുന്നത്. ഒരു വ്യക്തിക്കാണ് 1000 കൊടുക്കുന്നുണ്ടെങ്കിൽ 250 രൂപയുടെ 4 കൂപ്പണായിട്ടാണ് കൊടുക്കുന്നത്. ആ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് പുതുക്കാട് യൂണിറ്റിലുള്ള ഏത് ഷോപ്പിൽ നിന്നും കസ്റ്റമർക്ക് അത് യൂസ് ചെയ്യാം. സെയിം ക്യാഷ് യൂസ് ചെയ്യുന്ന പോലെ ആ ഗിഫ്റ്റ് കൂപ്പൺ കൊടുത്തുകൊണ്ട് ഗിഫ്റ്റ് വൗച്ചർ കൊടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വരന്തരപ്പള്ളി വേപ്പൂർ റോഡിലെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി. ഒല്ലൂർ വാട്ടർ അതോറിറ്റി വകയുള്ള പൈപ്പാണ് പൊട്ടിയത്. ലിറ്റർ കണക്കിന് വെള്ളം പാഴായി. യാത്രക്കാർക്ക് കടന്നുപോകാൻ സാധിക്കാത്ത വിധം വെള്ളമായിരുന്നു. മണിക്കൂറുകളോളം ഈ ഭാഗത്ത് യാത്രാ ദുരിതമുണ്ടായതോടെ പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ അധികൃതരെ അറിയിച്ചു. തുടർന്ന് പൈപ്പിലേക്കുള്ള കണക്ഷൻ താൽക്കാലികമായി അവസാനിപ്പിച്ചു. എത്രയും പെട്ടെന്ന് പൈപ്പ് ശരിയാക്കി വെള്ളം വിടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായ ആർമി ഉദ്യോഗസ്ഥൻ 3 മുറി സ്വദേശി ഹേമന്തിനെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസിഡന്റ് അശ്വതി വിബി, വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത്, അംഗങ്ങളായ MS സുമേഷ്, KR ഔസേബ്, KR ബിജു, സെക്രട്ടറി M ശാലിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. 3 മുറി കൊല്ലിക്കര വീട്ടിൽ കൊല്ലിക്കര ലോഹിതാക്ഷന്റെ മകനാണ് ഹേമന്ത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. ടയറുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിന്റെ സീലിംഗിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. രാവിലെ 8:40 സംഭവം.
തീ കണ്ട ഉടൻ ജീവനക്കാർ തന്നെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിനാൽ വൻ തീപിടുത്തം ഒഴിവായി. തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീപിടുത്തത്തിൽ വലിയൊരു ഭാഗം സീലിംഗ് കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. മേൽശാന്തിയുടെയും തന്ത്രി അമ്പഴപ്പള്ളി ശ്രീകുമാർ ഭട്ടത്തിരിപ്പാടിന്റെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പാടങ്ങളിൽ നിന്ന് ആദ്യം കൊയ്തെടുക്കുന്ന നെല്ലാണ് ചടങ്ങിൽ സമർപ്പിച്ചത്. കൊളത്തൂർ കൊളുത്തുകാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കതിർക്കറ്റകൾ തലയിലേന്തി മേൽശാന്തിയും ഭക്തജനങ്ങളും ക്ഷേത്രം പ്രദക്ഷിണം വച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. കഴകക്കാരൻ രവി നമ്പീശൻ, ക്ഷേത്രസമിതി പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി അരുൺകുമാർ, ജയൻ തൈവളപ്പിൽ, സരിത നാരായണൻകുട്ടി, അനിൽകുമാർ മുണ്ടയ്ക്കൽ, ശ്രീകല ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. സയൻസ് എക്കോ എനർജി ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രസംഗ മത്സരം, ഉപന്യാസ രചനാ മത്സരം, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് തുടങ്ങി വിവിധ മത്സരങ്ങൾ നടത്തി. വിജയികളായ കുട്ടികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ PV ശ്രീജിത്ത് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു. അധ്യാപകരായ ER സനീഷ്, E ധന്യ അരവിന്ദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് AK അമൃതപ്രിയ, UP വിഭാഗം സീനിയർ അസിസ്റ്റന്റ് KM റഷീദ് എന്നിവർ പ്രസംഗിച്ചു. നമ്മളിന്ന് ഇവിടെ നാഗസാക്കി ദിനത്തിന്റെ ഒരു വാർഷികാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഒരുപാട് വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നാഗസാക്കിയിലെ ആഗസ്റ്റ് 9-ന് ഫാറ്റ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു ബോംബ് വർഷിച്ച് ആ സ്പോട്ടിൽ തന്നെ ഏകദേശം 45,000 പേരാണ് മരിച്ചു വീണത്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ സ്പീച്ചിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ആ അറിവുകളെ എല്ലാം തന്നെ ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഓരോ ദിനാചരണങ്ങളും. Today and before you to speak about the nuclear technology of our world. Is it a boon or a bane? The answer is not simple. On one hand, nuclear technology has revolutionized the way we generate energy. It provides a clean and efficient source of power, reducing our reliance on fossil fuels. Nuclear technology has improved healthcare, enabling diagnosis and treatment of diseases. സദസ്സിന് വന്ദനം. ആഗസ്റ്റ് 6 ഹിരോഷിമ ദിന, മാനവരാശിയുടെ ചരിത്രത്തിലെ കറുത്ത ദിനം. 1945 ആഗസ്റ്റ് 6 രാവിലെ 8:15 അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന ബോംബ് ഹിരോഷിമയിൽ വർഷിച്ചു. ഒരു ജനതകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആ നിമിഷം കത്തിയമർന്നു. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. ദശപുഷ്പ പ്രദർശനവും ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് വിജിത ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. VHSE പ്രിൻസിപ്പൽ സംഗീത, പ്രധാന അധ്യാപിക ബിന്ദു, PTA പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് GVHS സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തിലെ PTA ജനറൽ ബോഡി തിരഞ്ഞെടുപ്പ് നടന്നു. PTA പ്രസിഡന്റ് വിജിത ശിവദാസ് അധ്യക്ഷത വഹിച്ചു. പുതിയ PTA പ്രസിഡന്റായി CT ജോസഫ്, വൈസ് പ്രസിഡന്റായി റിഞ്ചു, MPTA പ്രസിഡന്റായി സിനി വിശ്വനാഥൻ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രധാന അധ്യാപിക ബിന്ദു, പ്രിൻസിപ്പൽ സംഗീത എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ് നഗറിൽ വീട്ടുമുറ്റത്തു നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. വില്ലേജ് കോട്ട് റോഡിലെ തെക്കേക്കര ടോജോ ജോണിയുടെ വീടിന്റെ മുറ്റത്താണ് ഇര വിഴുങ്ങിയ നിലയിൽ പാമ്പിനെ കണ്ടത്. 5 അടി നീളമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. പാമ്പിനെ കണ്ട വീട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വനം വകുപ്പിലെ സ്നേക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. നിത്യോപയോഗ സാധനങ്ങളുടെ സൂപ്പർ സ്റ്റോർ കല്ലൂർ വെസ്റ്റിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ സൂപ്പർ സ്റ്റോർ മൾബറി മാർട്ട് മിനി സൂപ്പർ മാർക്കറ്റ് ശനിയാഴ്ച കല്ലൂർ വെസ്റ്റിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കല്ലൂർ പടിഞ്ഞാറെ പള്ളിക്ക് സമീപമുള്ള സാന്ത മരിയ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മൾബറി മാർട്ട് ആരംഭിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓവർസിയറുടെ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. 3 വർഷം പോളിടെക്നിക്, സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യതയുള്ളവർ ഈ മാസം 19-നുള്ളിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷകൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക.
സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6425 രൂപ, പവന് 51,400 രൂപ. നന്ദിമുലം ആറ്റപ്പള്ളി തോട്ടിയാൻ ജോസഫ് ഭാര്യ സെലീന അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സീജ, സൈജ, സൈജു എന്നിവർ മക്കളും ജോസ്, ഷിജു, ജസ്റ്റി എന്നിവർ മരുമക്കളുമാണ്. കൊടകര ഉളുമ്പുത്തുംകുന്ന് കൈനാടൻ വീട്ടിൽ തോമസ് ഭാര്യ മേഴ്സി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാൻസി, മാൻസൺ എന്നിവർ മക്കളും ബിൽജു മരുമകനുമാണ്. പൊന്നൂക്കര മറ്റത്തിൽ മാത്യു അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച കല്ലൂർ ഭരത പരിശുദ്ധ തൃത്വം പള്ളിയിൽ. ഫിലോമിന, പരേതയായ മേരി എന്നിവർ ഭാര്യമാരാണ്. ജോബി, ജോസി, ജോജി എന്നിവർ മക്കളും സ്മിത മാവറയിൽ, ജോബി ഞാളിയത്ത്, ബൂബി മഠത്തിൽ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് വടക്കേത്തുറവ് തയ്യിൽ സോമൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 6 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ആമ്പല്ലൂരിൽ നാട്ടുകാരെയും ആംബുലൻസ് നഴ്സിനെയും കത്തിമുനയിൽ നിർത്തി ക്രിമിനൽ കേസ് പ്രതിയുടെ പരാക്രമം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രളയം മൂലം തൃക്കൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഉണ്ടായ കൃഷിനാശത്തിൽ PC ഇറിഗേഷനെതിരെ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വ്യാപാര ദിനാചരണം നടത്തി. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന് ആവശ്യമുയരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്തിന്റെ 33ാമത് യൂണിറ്റ് കൺവെൻഷൻ നന്ദിക്കരയിൽ സംഘടിപ്പിച്ചു. കൈനിറയ സമ്മാനങ്ങളുമായി ഓണത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് ഓണോത്സവം 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.